നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റെയിൽവേ മന്ത്രിയായി രണ്ടാം തവണയും അശ്വിനി വൈഷ്ണവ് ചുമതലയേറ്റിരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രാലയത്തിലെത്തിയാണ് സ്ഥാനം ഏറ്റെടുത്തത്. റെയിൽവേക്ക് പുറമെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിന്റെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. മേശയിൽ തൊട്ടുതൊഴുത ശേഷമാണ് അദ്ദേഹം ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കടന്നത്. പ്രധാനമന്ത്രിക്ക് റെയിൽവേയുമായി വൈകാരിക ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ ഗതാഗത മാർഗമായ റെയിൽവേ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ നട്ടെല്ലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധി പരിഷ്കാരങ്ങളാണ് ഈ രംഗത്തുണ്ടായത്. റെയിൽവേയുടെ വൈദ്യുതീകരണവും പുതിയ ട്രാക്കുകളുടെ നിർമ്മാണം, അത്യാധുനിക ട്രെയിനുകൾ, സ്റ്റേഷനുകളുടെ നവീകരണം എന്നിവ കഴിഞ്ഞ ദശകത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു. റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് വീണ്ടും എത്തുന്നതോടെ വികസനത്തിന്റെ വേഗം കൂടും എന്നുള്ളത് ഉറപ്പാണ്. വന്ദേ ഭാരത്, അമൃത് ഭാരത് അടക്കം സമയബന്ധിതമായി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടമാണ്. 2014 ശേഷം 11,151 കിലോമീറ്റർ പാതയുടെ ഡബ്ലിംഗ് ആണ് പൂർത്തിയായത്. ഒപ്പം വടക്ക് കിഴക്കൻ മേഖലയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും സാധിച്ചു. സ്റ്റേഷനുകളുടെ വികസനത്തിനായി നടപ്പിലാക്കുന്ന ആദർശ് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 1250 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണമാണ് ഇതുവരെ പൂർത്തിയായത്. ഇതിന്റെ അടുത്ത ഘട്ടമായി സ്റ്റേഷനുകളെ സിറ്റി സെന്ററാക്കി വികസിപ്പിച്ച് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുന്ന അമൃത് ഭാരത് പദ്ധതിയാണ് മന്ത്രാലയം നടപ്പിലാക്കുന്നത്. IT മന്ത്രി എന്ന നിലയിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുന്നതിലും ശക്തമായ സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിലുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന. ഏതായാലും മൂന്നാം മോദി സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്നാണ് റിപ്പോർട്ടുകൾ. 200 വന്ദേ ഭാരത് ട്രെയിനുകൾക്കുള്ള ടെൻഡറുകളാണ് ഇപ്പോൾ ഉടൻ വരിക. മാത്രമല്ല, ബുള്ളറ്റ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2 സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിനുകൾ ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള ചുമതല ഇന്ത്യൻ റെയിൽവേ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിക്കാണ്. 250 കിലോമീറ്റർ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനാകും നിർമ്മിക്കുക. ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ, പുതിയ ലൈനുകൾ കൂട്ടിച്ചേർക്കൽ, ഗേജ് മാറ്റം എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനവും വേഗത്തിലാക്കാൻ പദ്ധതിയുണ്ട്. 2024-25 ഇടക്കാല ബജറ്റിൽ റെയിൽവേയുടെ മൊത്തം ബജറ്റിൽ ഏകദേശം 30% വിഹിതം ലൈൻ ഇരട്ടിപ്പിക്കലിനായി നീക്കിവെച്ചിട്ടുണ്ട്. ഏകദേശം 5500 കിലോമീറ്റർ പുതിയ ലൈനുകൾ കൂട്ടിച്ചേർക്കാനും നീക്കമുണ്ട്. കവാച്ച് സംവിധാനമാണ് മറ്റൊരു മാറ്റം. എല്ലാ വർഷവും ഏകദേശം 5000 കിലോമീറ്റർ റെയിൽ പാതകൾ കവാച്ച് ഉപയോഗിച്ച് കവർ ചെയ്യാൻ ഗവൺമെന്റിന് പദ്ധതിയുണ്ട്. ഒപ്പം മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നത് തുടരും. അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിലുള്ള HSR അതായത് ഹൈസ്പീഡ് റെയിൽ പദ്ധതി മന്ത്രാലയം അതിവേഗം നടപ്പാക്കും. അഹമ്മദാബാദ് ഡൽഹി, ഡൽഹി ചണ്ഡീഗഡ്, അമൃത്സർ ജമ്മു, ഡൽഹി വാരണാസി ഹൗറ എന്നിവിടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. ഇത് BJPയുടെ പ്രകടന പത്രികയുടെ ഭാഗമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് സമാനമായി ബുള്ളറ്റ് ട്രെയിനുകൾ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുക. 8 കോച്ചുകൾ വീതമുള്ള ട്രെയിനുകൾ നിർമ്മിച്ചു നൽകാനാണ് റെയിൽവേ ICF ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ കോച്ചും സ്റ്റീൽ കാർ ബോഡി ഉപയോഗിച്ചാണ് നിർമ്മിക്കുക.